ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് 20 ദിവസങ്ങൾ പിന്നിടുകയാണ്. യുദ്ധഭീതിയിൽ ഇന്നും ലോകം യാതൊരു ഭാഗത്തു നിന്നും ഒരു സമാധാന ശ്രമവും ഇതുവരെയായി കണ്ടു തുടങ്ങിയില്ല. 1 കോടിയിലധികം ആൾക്കാർ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതിയിലാണ്. ഒപ്പം നാട്ടിലുള്ളവരുടെ വീട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ കണക്കെടുക്കുമ്പോൾ കോടാനുകോടി അധികം പേരും ആ ബുദ്ധിമുട്ട് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നാം ഇപ്പോൾ അത്ര കണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ച് തുടങ്ങിയില്ല. ഇപ്പോൾ നമുക്ക് നേരിട്ടിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ഇന്ധനക്ഷാമമാണ്. അതെങ്ങനെയും നാം പരിഹരിച്ച് മുമ്പോട്ട് പോകും. എന്നാൽ പരിഹരിക്കാൻ പെടാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഇനി നമുക്ക് നേരിടേണ്ടി വരും. പ്രധാനമായും തൊഴിലുകൾ. യുദ്ധം ഇങ്ങനെ തുടർന്നാൽ തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ നിന്നും പലരും തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം അവിടെയും ജോലി സാധ്യതകൾക്ക് മങ്ങലേൽക്കും. കമ്പനിക്കാർക്ക് മുൻകാലങ്ങളുള്ളതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. പല നാശനഷ്ടങ്ങളും അവർക്ക് നേരിട്ടായിരിക്കും. ഒരുപക്ഷേ അവരുടെ ഫാക്ടറികൾക്കോ മറ്റൊന്നും ആയിരിക്കില്ല. അവരുടെ എക്കണോമിക് സൈഡ്, സാമ്പത്തിക രീതി വെച്ച് നോക്കുമ്പോൾ അവർക്ക് 1 മാസമോ 2 മാസമോ 3 മാസമോ ശമ്പളം കൊടുക്കാമായിരിക്കും. പക്ഷേ അത് നീണ്ട ഒരു കാലയളവിലേക്ക് സാധ്യമല്ല. ഇപ്പോൾ തന്നെ വൻകിട കമ്പനിക്കാർ പലരും ഒത്തിരി ആൾക്കാരെ പിരിച്ചുവിട്ട് കഴിഞ്ഞു. മറ്റുള്ളവർക്ക് നോട്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞു. ആകെ എനിക്ക് ബഹുമാനപ്പെട്ട നാട്ടുകാരോടും ഇന്ത്യക്കാരോടും പറയാനുള്ളത്, ഈ ഒരു സാഹചര്യം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. മറിച്ച് മറ്റൊരു കാര്യം, ഇതെല്ലാം നമുക്ക് ചെറിയൊരു ടോസ്റ്റായി മാത്രം കാണുക. ഒരുപക്ഷേ നാം ഇതിലും കൂടുതൽ മോശമായൊരു സാഹചര്യത്തിലേക്ക് ചെന്നെത്താം. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം യുദ്ധക്കൊതിയന്മാർ അവർ യുദ്ധം നിർത്താൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് നിർത്താൻ സാധിക്കാത്ത രീതിയിൽ അവർ ലോകത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ എത്തിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് സീസ് ഫയർ ആയിക്കഴിഞ്ഞാൽ നാളെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഈ യുദ്ധഭ്രാന്തന്മാർക്കും കൊതിയന്മാർക്കും അറിയാം. അപ്പോൾ അവർക്ക് എവിടെയും ഒളിഞ്ഞിരുന്നുകൊണ്ട് യുദ്ധം കണ്ടിന്യൂ ചെയ്യാനുള്ള ആഹ്വാനമായിരിക്കും അവർ കൊടുക്കുക. ഇനി പട്ടാളക്കാർ, അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർ ലഭിക്കുന്ന ഓർഡറുകൾ ഒബേ ചെയ്യണം. അതാണ് പട്ടാളത്തിൻ്റെ രീതി. ഇനി നാം ചെയ്യേണ്ടത് കഴിയുന്നതും നമ്മുടെ ചിലവുകൾ ചുരുക്കുക, ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാകാൻ ശ്രമിക്കുക, കഴിവതും ആർഭാട ജീവിതത്തിൽ നിന്നും കുറച്ച് പിന്നോട്ട് മാറുക, ജീവിതശൈലികൾ ലഘൂകരിക്കുക, കഴിവതും എന്തെങ്കിലും നിങ്ങൾക്ക് റിസർവേഷനായിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് കടക്കുക.
നാളെ നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾ തന്നെ നമുക്ക് സുലഭമായി കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇന്ധനക്ഷാമം അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഗതാഗതത്തിന് തടസ്സം വന്നാൽ നാം പ്രതീക്ഷിക്കുന്ന സമയത്തിന് നമുക്ക് ഒന്നും ലഭിക്കില്ല. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് നാം ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റു പല സ്റ്റേറ്റുകളാണ്. അവിടെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ യുദ്ധം ഇപ്പോൾ നടക്കുന്ന ആ രാജ്യങ്ങളിലാണെങ്കിലും അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. നമുക്കറിയാം, ഓരോ ദിവസം ചെല്ലും തോറും മിഡിൽ ഈസ്റ്റിൽ ഉള്ളവർക്ക് ഭീതി കൂടിക്കൂടി വരികയാണ്. സമാധാനത്തിൻ്റെ ഒരു ലക്ഷണം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അവർ പുറത്ത് സഞ്ചരിക്കുമ്പോൾ തന്നെ ഏത് ഭാഗത്ത് ഏത് ഡയറക്ഷനിൽ നിന്ന് മിസൈലുകൾ വരുമെന്നോ അത് ആകാശത്ത് വെച്ച് അതിനെ നിർവീര്യമാക്കുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും ഭൂമിയിൽ പതിക്കുമോ എന്നുള്ളൊരു ഭീതി എല്ലാവരിലുമുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് അവർക്ക് ബങ്കറുകളുണ്ട്. അവർക്ക് ബങ്കറിൽ അഭയം തേടാം. എന്നാൽ ആ ഒരു സംവിധാനം മിഡിൽ ഈസ്റ്റിൽ ഇല്ലെന്ന് തന്നെ പറയാം. ചെറിയൊരു പെർസെൻറ്റേജ്, അതും അത്ര വ്യക്തമല്ല. ഇനി ഒത്തിരി അകലെ ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അവർക്കിതിൻ്റെ ഫലങ്ങളൊന്നും ഇതുവരെയും അനുഭവിക്കേണ്ടി വന്നില്ല. നാമൊക്കെ മിഡിൽ ഈസ്റ്റുമായി വളരെ അടുത്ത് കിടക്കുകയാണ്. അതായത് ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കണമെങ്കിലും അവർക്ക് അനായാസം നമ്മളെ ഉപദ്രവിക്കാം. അങ്ങനെ ആകാതിരിക്കട്ടെ. നാം രാഷ്ട്രീയക്കാർ അവരുടെ ലാഭത്തിന് വേണ്ടി അവർ പലതും പറയും. ഇവിടെ ഒരു കുഴപ്പമില്ല, നമ്മൾ സുരക്ഷിതരാണ്, നമ്മളിതാണ് ഒക്കെ എന്ത് പറഞ്ഞാലും ഗ്ലോബലായി ഉണ്ടാകുന്ന ഒന്നിനെയും നമ്മുടെ പൊളിറ്റീഷ്യൻസ് വിചാരിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പൊളിറ്റീഷ്യൻ ഇവിടെയുള്ള പാവം പിടിച്ചവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഡ്ഢികളാക്കി അവർ ദിവസങ്ങൾ വിടും. അവരുടെ ഭരണത്തിൽ കുഴപ്പമൊന്നുമില്ല, സന്തുഷ്ടരാണ്, മഹാനാണ് എന്നൊക്കെ വീമ്പിളക്കി കുറേ അണികളുമായി ഭരണം നടത്തുമ്പോഴും ശരിക്ക് അടിസ്ഥാനപരമായി നോക്കുമ്പോൾ നാം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു പെരുന്നാൾ തന്നെ വളരെ ശോകമുഖമായിരുന്നു. സന്തോഷത്തോടെ ഒരു വീട്ടിലും ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുക്കൾ പുറം രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും കാണും. അവർക്ക് അവരുടെ വീടുകളിൽ എത്തിപ്പെടാൻ സാധിക്കാത്തവരാണ്. ബന്ധുജനങ്ങളുമായി ഒരു പെരുന്നാൾ ആഘോഷിക്കാനുള്ള ആഗ്രഹം എല്ലാവരും ഉണ്ടായിരിക്കാം. അതിൽ എല്ലാവർക്കും അവരുടെ ബന്ധുജനങ്ങളിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ യുദ്ധത്തിൽ മൂലം ഉണ്ടായത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നല്ല നാളുകളിൽ ഇങ്ങനെയുള്ള യുദ്ധഭീതി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, ആഡംബരങ്ങൾ കഴിവതും ഒഴിവാക്കുക, ചിലവുകൾ കുറയ്ക്കുക. നാളേക്ക് ഇതിനേക്കാളും മോശമായൊരു സാഹചര്യത്തിലാണ് എത്തപ്പെടുന്നെങ്കിൽ അത് അതിജീവിക്കാനുള്ള തൻ്റെയോടവും മനസ്സും നമുക്ക് ഉണ്ടാകണം. പുറം രാജ്യങ്ങൾ നമുക്കറിയാം, ഗസയിലും പലസ്തീനിലും സിറിയയിലും ലബനാനിലുമൊക്കെ ഈവൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ആഹാരമില്ലാതെയും യുദ്ധക്കെടുതികളിലും പരസ്പരമുള്ള ജാതികൾ തമ്മിലുള്ള ഫൈറ്റിങ്ങിലും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് ആഹാരമില്ലാതെ കഴിയുകയാണ്. നമുക്കറിയാം, വാർത്തകളിൽ കൂടി നമുക്കറിയാൻ പറ്റും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നതൊക്കെ. അതുപോലുള്ളൊരു കെടുതികൾ നമുക്ക് ഉണ്ടായിട്ടില്ല. അത്
അതിനെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കണം. നാളെ അങ്ങനെയുള്ളൊരു കെടുതികളിൽ നാം ഒരിക്കലും വഴിവിടാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സമാധാനമാണ്. ആ സമാധാനം എത്രയും പെട്ടെന്ന് പുലരട്ടെ. നമ്മുടെ ജീവിതശൈലികളൊന്ന് മാറി ചിന്തിക്കുക. നമുക്ക് എപ്പോഴും ഈ ഇവിടം സ്വർഗമാണെന്നുള്ള ധാരണ ശകലം മാറ്റിവെച്ച് സഹനശക്തിയും വിട്ടുവീഴ്ച മനോഭാവത്തിനും മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളായി മാറാൻ ശ്രമിക്കുക. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്കെന്തും സഹിക്കാനുള്ളൊരു സഹനശക്തി നമ്മിൽ ഉണ്ടാകും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.